കർത്താവിൽ എന്നെ സ്നേഹിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും നാം വീണ്ടും പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. നിങ്ങൾ തക്ക സമയത്ത് തന്നെ ടെലിവിഷൻ്റെ മുമ്പിൽ ദൈവവചനം പഠിക്കുന്നതിനായി വന്നു ചേർന്നിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവവചന പഠനത്തിൽ ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിപ്പാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവേ, നാഥ സ്വർഗീയ പിതാവേ, ഈ വചന പഠനം അടിയങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ നീ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് കൂടെ ഇരുന്ന് അടിയങ്ങളെ നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് സുഹൃത്തുക്കൾ ഒരു ദിവസം വൈകിട്ട് നടക്കുവാൻ പോയതായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല സൗഹൃദമുള്ളവരായിരുന്നു അവർ. എല്ലാ ദിവസവും ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒരു ദിവസം വൈകിട്ട് അവർ നടക്കാൻ പോയി. ഒന്നാമൻ എന്നും രണ്ടാമൻ എന്നും എളുപ്പത്തിന് വേണ്ടി ഞാൻ അവരെ വിളിക്കുകയാണ്. ഒന്നാമനും രണ്ടാമനും കൂടെ നടക്കാൻ പോവുകയാണ്. അവർ അനേക കാലിക പ്രസക്തിയുള്ളതായ വിഷയങ്ങളൊക്കെയും സംസാരിച്ച് സൗഹൃദം പങ്കുവെച്ച് നടക്കുകയാണ്. നമുക്കറിയാം, നമ്മളും സാധാരണ നമ്മുടെ സുഹൃത്തുക്കളോട് കൂടെ നടക്കാറുണ്ട്. പോകുന്ന വഴി നമ്മൾ അനേക കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കുകയും തമ്മിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇങ്ങനെ സംസാരിച്ച് ഇവർ യാത്ര ചെയ്ത് നടന്ന് വളരെ ദൂരം അവർ സഞ്ചരിച്ചു. വളരെ ദൂരം സഞ്ചരിച്ച് രണ്ടാമൻ്റെ വീടിൻ്റെ സ്ഥലത്തു നിന്നും അവർ വളരെ ദൂരത്തിലെത്തി. നേരം സന്ധ്യയായി, ഇരുട്ടി. തിരിച്ച് വരുവാൻ തക്കവണ്ണം സാധിക്കാത്തതായ ഒരവസ്ഥ ആയി രണ്ടാമന് തിരിച്ച് നടന്ന് അവൻ്റെ വീട്ടിലെത്താൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഒന്നാമൻ പറഞ്ഞു, നീ ഇനി തിരിച്ചു പോകണ്ട, എൻ്റെ കൂടെ പോരെ, ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ, ഒന്നാമനും രണ്ടാമനും കൂടെ ഒന്നാമൻ്റെ വീട്ടിലേക്ക് പോയി എന്നാണ് കഥ പറയുന്നത്. ഈ കഥ നാം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങളിൽ വായിക്കുന്നു. ഞാനതിൻ്റെ ഒരു ചെറിയ ഭാഗം വായിക്കട്ടെ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് നാം വായിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു വ്യക്തി ദൈവത്തോട് കൂടെ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദൈവത്തോടു കൂടെ അവൻ്റെ കയ്യേൽ പിടിച്ച് അവനുമായി സംസാരിച്ച് ജീവിത പ്രശ്നങ്ങളെ അവനോട് പങ്കുവെച്ച് ജീവിതത്തിലെ സന്തോഷങ്ങളെ അവനോട് പങ്കുവെച്ച് ഒരു വ്യക്തി ദൈവത്തോട് കൂടെ നടക്കുകയാണ്. അവസാനം ദൈവം അവനെ എടുത്തുകൊണ്ടു എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ പിന്നീട് ലോകത്തിൽ ആർക്കും കാണുവാൻ തക്കവണ്ണം സാധിച്ചില്ല എന്നാണ് വചനത്തിൽ പറയുന്നത്. എബ്രായ ലേഖനകർത്താവും അപ്പോസ്തലനായ പൗലോസും ആയ വ്യക്തി ഇപ്രകാരം എബ്രായ ലേഖനം 11:5 രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഞാൻ ഒരു കാര്യം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരു വ്യക്തിയെ കൊണ്ടുവരണമെങ്കിൽ ആ വ്യക്തി എനിക്കിഷ്ടമുള്ള വ്യക്തിയായിരിക്കണം, എനിക്ക് സന്തോഷം തരുന്നതായ ഒരു വ്യക്തിയായിരിക്കണം. എന്നോട് തല്ലുകൂടുന്നതോ എന്നോട് യോജിക്കാൻ സാധിക്കാത്തതായ ഒരു വ്യക്തിയെയോ കൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ സാധിക്കുമോ? അങ്ങനെ ഒരു വ്യക്തിയെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ ആ വ്യക്തി വന്നു കൂടിയതിന് ശേഷമുള്ള എൻ്റെ കുടുംബജീവിതം എപ്രകാരമുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ, പിതാവായ ദൈവത്തെ, സ്വർഗീയ ദൈവത്തെ ഹാനോക്ക് പ്രസാദിപ്പിച്ചു എന്ന് എബ്രായ ലേഖനകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ സന്തോഷിപ്പിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. അതേപോലെ തന്നെ വേറൊരു വ്യക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പക്ഷെങ്കിൽ അടുത്ത അധ്യായത്തിലാണെന്നേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 6:9 ഇവിടെ നാം വായിക്കുന്നത് നോഹയെക്കുറിച്ചാണ്. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനും ആയിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നിങ്ങൾ ഈ വേദഭാഗത്തിലെ ചില വാക്കുകൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്നത് നോഹ നീതിമാൻ ആയിരുന്നു, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോടു കൂടെ നടന്നവനായിരുന്നു. ദൈവം
നോഹയ്ക്ക് എഴുതി കൊടുത്തിരിക്കുന്നതായ സ്വഭാവ സാക്ഷ്യപത്രമാണ് ഇത്. ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സാക്ഷ്യപത്രം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്കൊരു സാക്ഷ്യപത്രം എഴുതി തരികയാണെങ്കിൽ, ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതി തരികയാണെങ്കിൽ, അതിൽ ദൈവം എഴുതാൻ പോകുന്നത് എന്തായിരിക്കും? നോഹയെക്കുറിച്ച് ദൈവം പറയുന്നത് തൻ്റെ തലമുറയിൽ നോഹ നിഷ്കളങ്കനായിരുന്നു എന്നാണ്, ദൈവത്തോടുകൂടെ നടന്നു എന്നാണ്, നീതിമാനായിരുന്നു എന്നാണ്. ഏത് കാലഘട്ടത്തിലാണ് നോഹ നീതിമാനായി ജീവിച്ചത്? ഏത് കാലഘട്ടത്തിലാണ് ഹാനോക്ക് നീതിമാനായി ജീവിച്ചത്? അതിൻ്റെ 11-ാമത്തെ വാക്യം 6:11 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുൻപാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. അതിക്രമം കൊണ്ട് ഭൂമി നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിൽ ഒഴുക്കിന് എതിരെ നീന്തിയതായ ഒരു വ്യക്തിയായിരുന്നു നോഹ. സകലരും അതിക്രമം പ്രവർത്തിച്ചതായ ഒരു കാലഘട്ടത്തിൽ, സകലരും കൈക്കൂലി വാങ്ങിച്ചതായ ഒരു കാലഘട്ടത്തിൽ, സകലരും അടിപിടി കൂടുന്നതായ ഒരു കാലഘട്ടത്തിൽ നീതിമാനായി, സകലരും അനീതി ചെയ്യുന്നതായ കാലഘട്ടത്തിൽ നീതിമാനായി, ദൈവത്തെ പ്രസാദിപ്പിച്ച് നിഷ്കളങ്കനായി ദൈവത്തോടു കൂടെ നടന്നതായ ഒരു വ്യക്തിയായിരുന്നു നോഹ. 9-ാമത്തെ വാക്യം ഞാൻ വീണ്ടും വായിക്കട്ടെ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഏത് കാലഘട്ടത്തിൽ? ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞതായ ഒരു കാലഘട്ടത്തിൽ. ഇതേപോലെ തന്നെ പുതിയ നിയമത്തിലുള്ള ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കൊർന്നല്യോസ് എന്നാണ്. കൊർന്നല്യോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം കൊടുത്തിരിക്കുന്നതായ അടയാളങ്ങൾ, ദൈവത്തിൻ്റെ വചനം കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാനിവിടെ വായിക്കാം. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ ഒരു വ്യക്തി, ഭക്തനായ ഒരു വ്യക്തി, ജനത്തിന് ധർമ്മം കൊടുക്കുന്നതായ ഒരു വ്യക്തി. ഇതിനു മുൻപേ ഞാൻ വായിച്ച 2 പേര് ദൈവത്തോടു കൂടെ നടക്കുന്നതായ 2 വ്യക്തികൾ, നിഷ്കളങ്കരായ 2 വ്യക്തികൾ. ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ദൈവത്തോടു കൂടെ നിങ്ങൾ നടക്കാറുണ്ടോ? നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തിക്കാം. ദൈവത്തോടു കൂടെ നാം നടക്കാറുണ്ടോ? ഞാൻ നടക്കാറുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കട്ടെ, ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ഈ ഭൂമി നോഹയുടെ കാലം പോലെ തന്നെ ഏറ്റവും അധികം അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇങ്ങനെ അതിക്രമം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നതായ കാലഘട്ടം, നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. എത്രമാത്രം അധപ്പതിച്ചതായ ഒരു അവസ്ഥയിലാണ് കേരളം ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വന്തം ഭവനത്തിൽ അപ്പനെ പേടിച്ച് കഴിയേണ്ടതായ അവസ്ഥയാണ് പെൺകുട്ടികൾക്ക് കേരളത്തിൽ ഇന്നുള്ളത് എന്നത് എത്രയോ ഖേദകരമായ കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, എല്ലാ ഭവനങ്ങളിലും അങ്ങനെയല്ലല്ലോ എന്ന്. ഞാൻ സമ്മതിക്കുന്നു, എല്ലാ ഭവനങ്ങളിലും അങ്ങനെയല്ല. എന്നാൽ ചുരുക്കം ചില ഭവനങ്ങളിലെങ്കിലും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നടക്കുന്നു എന്നത് എത്രയോ ഹീനമായ, എത്രയോ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായ കാര്യമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിൽ നോഹയെ പോലെ, ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടത്തിൽ ഹാനോക്കിനെ പോലെ, കൊർന്നല്യോസിനെ പോലെ ദൈവത്തിൽ നിന്നും നല്ല സാക്ഷ്യപത്രം ലഭിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ചോദ്യം. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ദൈവത്തോടു കൂടെ നടക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന അനേക വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. റോമാലേഖനം 6:4 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടുന്നതിന് തന്നെ. ക്രിസ്ത്യാനികളായ നമുക്ക് എങ്ങനെ ജീവിക്കണം, എപ്രകാരം പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നൊക്കെയുള്ളതായ കാര്യത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ നിഷ്കർഷയോടുകൂടെ ചില ചട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. നാം എങ്ങനെ നടക്കണം എന്നുള്ളത് നാം ചിന്തിക്കണം. ദൈവവചനം എന്ത് പറയുന്നു അതിനെക്കുറിച്ച് എന്നുള്ളത് നാം ചിന്തിക്കണം. ഇവിടെ പറയുന്നത് നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം എന്നാണ്. റോമാലേഖനം 8:4 ഞാൻ വായിക്കട്ടെ. ജഡത്തെ അല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞത് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. ഇവിടെ രണ്ടാമത് പറയുന്നത് ജഡത്തെ അല്ല. റോമാലേഖനം 8:4 ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തി ആകേണ്ടുന്നതിന് തന്നെ. ജഡത്തെ അനുസരിച്ച് നടക്കരുത്.
എന്നാണ് പൗലോസ് പറയുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ജഡത്തെ അനുസരിച്ച് നടക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം? ജഡത്തെ അനുസരിച്ച് നടന്നാൽ എന്താണ് പ്രശ്നം? നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 5:19 മുതൽ 21 വരെ ഉള്ളതായ ഭാഗം. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമായിരിക്കും ഇത്. ഇവിടെ പറയുന്നത്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ജഡത്തിൻ്റെ പ്രവൃത്തി, എൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തി, എൻ്റെ മാംസം, എന്നിലുള്ളതായ മാംസത്തിൻ്റെ പ്രവൃത്തി എന്താണ്? ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ തന്നെ, മുതലായവ എന്ന് വെളിവാകുന്നു. മുതലായവ തന്നെ. ഈ അപ്പോസ്തലനായ പൗലോസ് വളരെ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. വിദ്യ കൂടിപ്പോയിട്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്നാണ് അപ്പോസ്തലനായ പത്രോസിനോട് ദൈവത്തിൻ്റെ വചനത്തിൽ ചിലർ ചോദിക്കുന്നത്. വളരെ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി, ഗമാലിയേലിൻ്റെ കാൽക്കൽ ഇരുന്ന് വിദ്യ അഭ്യസിച്ചിരുന്നതായ ഒരു വ്യക്തിക്ക് പോലും ജഡത്തിൻ്റെ ചിന്തകളെ പറഞ്ഞ് തീർക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. പൗലോസ് ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം പൗലോസ് പറയുന്നത്, ഞാൻ പറഞ്ഞു തീർന്നില്ല, ഇനി ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സഹോദരങ്ങളെ, എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിലെത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എങ്ങനെ ജീവിച്ചാലും, ചില മനുഷ്യർ പറയാറുണ്ട്, ഓ കുഴപ്പമൊന്നുമില്ല, എങ്ങനെയും അങ്ങ് ജീവിക്കാം, എന്നിട്ട് മരിക്കുന്നതിന് മുമ്പേ നമുക്ക് ദൈവത്തോടൊരു ക്ഷമയൊക്കെ ചോദിച്ചിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന്. നിങ്ങൾക്ക് തെറ്റി. ഇങ്ങനെ ജീവിക്കുന്നവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം വളരെ ഖണ്ഡിതമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വായിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്നതായ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളിൽ അസൂയയുള്ളവർ, നിങ്ങളിൽ പിണക്കമുള്ളവർ, നിങ്ങളിൽ ആഭിചാരം ചെയ്യുന്നവർ, നിങ്ങളിൽ ജാരശങ്കയുള്ളവർ, നിങ്ങളിൽ ക്രോധവും ശാഠ്യവുമുള്ളവർ, നിങ്ങളിൽ ദ്വന്ദ്വപക്ഷമുള്ളവർ, നിങ്ങളിൽ ഭിന്നതയുള്ളവർ, ഭിന്നത ഉണ്ടാക്കുന്നവർ, ഭിന്നത ഉള്ളവർ, ഇങ്ങനെ ഉള്ളവർ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും പറയുമെന്ന പൗലോസ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഉള്ളവർ ദൈവത്തിൻ്റെ രാജ്യം അവകാശമാക്കത്തില്ല. 1 കൊരിന്ത്യർ 6:9 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ, 9ഉം 10ഉം വാക്യങ്ങളിൽ പൗലോസ് ഇതേപോലെ തന്നെ ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ അന്യായം ചെയ്യുന്നവരാണോ എന്ന്. അന്യായം ചെയ്യുന്നവരാണോ നിങ്ങൾ? ന്യായമായത് പ്രവർത്തിക്കുന്നവരാണോ? അനീതിയെ എതിർക്കുന്നവരാണോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശം ആക്കുകയില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ഞാൻ പറയുന്നതല്ല. ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കള്ളന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കള്ളന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്, രാത്രിയിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതായ സമയത്ത് ജനൽ പൊളിച്ച് അകത്ത് കയറി ഷെൽഫിനകത്ത് നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നവനെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത്. അതും കള്ളനാണ്. കള്ളനല്ലെന്നല്ല ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, കള്ളൻ ഓഫീസിൽ മാന്യമായ വേഷം ധരിച്ചിരുന്ന് മോഷണം നടത്തുന്നവനും കള്ളൻ തന്നെയാണ്. കള്ളന്മാർ അവർ ഏത് വിധത്തിലുള്ളവരായാലും, നല്ല വസ്ത്രം ധരിച്ചവരായാലും മോശമായ വസ്ത്രം ധരിച്ചവരായാലും, എവിടിരുന്ന് മോഷ്ടിച്ചാലും, രാത്രിയിൽ വന്ന് മോഷ്ടിച്ചാലും, പകൽ മോഷ്ടിച്ചാലും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, കള്ളന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ചിലർ പറയാറുണ്ട്, കുഴപ്പമില്ലെന്ന്, അല്പം കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ലയെന്ന്. അല്പം സ്വല്പം കുടിക്കുക, കുഴപ്പമൊന്നുമില്ല എന്ന്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ വചനം ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. ദൈവം ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഞാനും നീയും ചിന്തിക്കുന്നത് പോലെയല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ,
പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവത്തിൻ്റെ രാജ്യം അവകാശമാക്കത്തില്ല. ക്രിസ്ത്യാനി നടക്കേണ്ടതായ ഒരു പാത ദൈവം തമ്പുരാൻ വരച്ച് ഇട്ടിട്ടുണ്ട്. ആ പാതയിൽ കൂടെ നടക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ നീക്കമില്ലാത്ത വചനമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നടക്കുന്നതായ അസന്മാർഗികത, ഈ ലോകത്തിൽ നടക്കുന്നതായ സാൻമാർഗിക അധപ്പതനത്തിൽ നിന്നും മാറി നടക്കേണ്ടുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ്. എഫേസ്യ ലേഖനം 2:10 നാം ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യർ 2:10, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മെ വെറുതെ സൃഷ്ടിച്ചതല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതുന്നത്. അവൻ പറയുന്നത്, നാം അവൻ്റെ കൈപ്പണിയാണ്. അവൻ നമ്മെ ഉണ്ടാക്കിയതാണ്. നാം അവൻ്റെ കൈപ്പണിയായി. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ പണിഞ്ഞത്, നമ്മെ സൃഷ്ടിച്ചത്? സൽപ്രവർത്തികൾക്കായിട്ട് നല്ലത് ചെയ്യുവാൻ, സൽപ്രവർത്തികൾ ചെയ്യുവാൻ, നല്ലത് ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ. മോഷണം നടത്താനല്ല, പിടിച്ചുപറി നടത്താനല്ല, വാവിഷ്ഠാനം നടത്താനല്ല, അസൂയയിൽ ജീവിപ്പാനല്ല, മദ്യപിച്ച് ജീവിക്കുവാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ സൃഷ്ടിയിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവപൈതലേ, നീ സൂക്ഷിച്ചോ. നിൻ്റെ ജീവിതത്തെ നീ ക്രമീകരിക്കുന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാം ചെയ്തു പോരേണ്ടുന്നതിന് ദൈവം അവയെ മുന്നൊരുക്കിയിരിക്കുന്നു എന്നാണ്. സൽപ്രവർത്തികളിൽ ജീവിച്ച് യേശുക്രിസ്തു കാണിച്ചു തന്നതായ പാതയിൽ കൂടെ മുന്നേറുക എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അവൻ ചെയ്യേണ്ടുന്നതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. അവയെ മുന്നമേ ഉദ്ദേശത്തോടുകൂടെ, ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ ഒരുക്കിയിരിക്കുന്നു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. എഫേസ്യർ 4:1-3 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കട്ടെ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നാം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. സഭ അല്ലെങ്കിൽ ചർച്ച് എന്ന് പറയുന്നതായ വാക്കിൻ്റെ മൂലപദത്തിൽ നാം വായിക്കുന്നത് എക്ലീഷ്യ എന്ന വാക്കാണ്. എക്ലീഷ്യ, സഭ. ആ പദത്തിൻ്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ എന്നാണ്. വിളിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി വന്നതായ ഒരു ജനതയാണ് സഭ എന്ന് പറയുന്നത്, ദൈവമക്കൾ എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി വന്നതായ ഒരു വ്യക്തിക്ക് സൽപ്രവൃത്തികളിൽ അല്ലാതെ ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കത്തില്ല. സൽപ്രവർത്തികളിൽ നാം ജീവിക്കണം, അതിൽ നടക്കണം എന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ വിളിക്കുള്ളതായ യോഗ്യത എന്താണ്? നമുക്ക് വിനയമുണ്ടായിരിക്കണം. എത്രമാത്രമുള്ള വിനയമാണ് ഉണ്ടാകേണ്ടത്? പൂർണ്ണമായ വിനയം, പൂർണ്ണമായ വിനയം, പൂർണ്ണമായ സൗമ്യത, പൂർണ്ണമായ ദീർഘക്ഷമ, ഇതിലൊക്കെ നടക്കണം. അന്യോന്യം പൊറുക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, മനുഷ്യരോട് പ്രശ്നങ്ങളെ തീർക്കാത്ത ഒരു വ്യക്തി, മനുഷ്യരുമായിട്ടുള്ളതായ പ്രശ്നങ്ങളെ തീർക്കാത്തതായ ഒരു വ്യക്തി, മനുഷ്യരുമായി നിരപ്പാകാത്തതായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവവുമായി നിരപ്പ് പ്രാപിപ്പാൻ സാധിക്കത്തില്ല. മനുഷ്യനുമായി നിരപ്പ് പ്രാപിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവവുമായി നിരപ്പ് പ്രാപിപ്പാൻ ഒരിക്കലും സാധിക്കത്തില്ല. അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണുവാൻ സാധിക്കാത്തവർക്ക്, അടുത്ത് നിൽക്കുന്നതായ സഹോദരനെ കാണുവാൻ കണ്ണുകളില്ലാത്തതായ ഒരു വ്യക്തിക്ക് അകലത്തിരിക്കുന്നതായ ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ കാണുവാൻ ഒരിക്കലും സാധിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ നീക്കമില്ലാത്തതായ വചനമാണ്. ആകയാൽ പൂർണ്ണ വിനയത്തോടുകൂടെ നടക്കുക, പൂർണ്ണ സൗമ്യതയോടുകൂടെ നടക്കുക, പൂർണ്ണ ദീർഘക്ഷമയോടുകൂടെ നടക്കുക, നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക, സ്നേഹത്തിൽ ജീവിക്കുക, അന്യോന്യം പൊറുക്കുക, ആത്മാവിൻ്റെ ഐക്യതയിൽ സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ആത്മാവിൻ്റെ ഐക്യതയെ സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വാക്യങ്ങളാണ് ഇവ. എഫേസ്യ ലേഖനം 5:2 ഞാൻ വായിക്കട്ടെ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ.
സ്നേഹത്തിൽ നടപ്പിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ? സ്നേഹത്തിൽ ജീവിക്കുന്നവരാണോ നമ്മൾ? സ്നേഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മളിൽ അസൂയ ഉണ്ടാകത്തില്ല, നമ്മളിൽ കുശുമ്പുണ്ടാകത്തില്ല. അന്യൻ വീട് വെക്കുന്നത് കണ്ട് നാം ഒരിക്കലും നിരാശപ്പെടത്തില്ല. അവൻ വീട് വെക്കട്ടെ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മുടെ പെട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി ജീവിച്ചുകൂടെ ഒരു ദിവസം? അന്യൻ നന്നാകുന്നത് കണ്ട് ഒരിക്കലും സ്നേഹത്തിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തി അസൂയപ്പെടത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അന്യൻ്റെ നന്മയെ കാണുമ്പോൾ നാം സന്തോഷിക്കത്തേ ഉള്ളൂ. അതിൽ നമുക്കൊരിക്കലും നിരാശയോ അസൂയയോ ഒരിക്കലും ഉണ്ടാകത്തില്ല. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരാനുള്ളതായ കാരണം തന്നെ നാം യോഹന്നാൻ്റെ സുവിശേഷം 3:16 നാം വായിക്കുന്നത്, ലോകത്തിന് യേശു ക്രിസ്തുവിനെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. സ്നേഹത്തിൻ്റെ ദാനമാണ് യേശു ക്രിസ്തു. ദൈവത്തിന് ലോകത്തോട് സ്നേഹമില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയോ മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നില്ല, മരിച്ചില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നേനെയും? യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്താൽ മാത്രം രക്ഷപ്പെട്ടവരാണ് നാം. നമുക്ക് സ്വർഗത്തിൽ പോകാൻ നമ്മുടേതായ യാതൊരു കഴിവുകളും, നമ്മുടെ യാതൊരു ഗുണങ്ങളും, നമ്മുടെ നീതിപ്രവൃത്തികളും ഒന്നും അതിന് പ്രയോജനം ചെയ്യത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവവചനം പറയുന്നു, നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ അത്രേ എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ നീതിയാൽ മാത്രമാണ് നാം രക്ഷ പ്രാപിക്കുന്നത്, നാം സ്വർഗത്തിലെത്തുന്നത്. ആകയാൽ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് മനുഷ്യവർഗത്തോട് തനിക്കുള്ളതായ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു തത്വമാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരമല്ല. അതൊരു വെറും വികാരമാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് വരും, നാളെ പോകും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ ഒരു ദിവസം സന്തോഷിക്കും, ഒരു ദിവസം കരയും. എല്ലാ ദിവസവും ആരും കരഞ്ഞുകൊണ്ടിരിക്കാറില്ല. കരച്ചില്ല, സ്നേഹം, ദുഃഖം, ഇതൊക്കെ എന്ന് പറയുന്നത് വന്നും പോയി നിൽക്കുന്ന കാര്യങ്ങളാണ്, വികാരങ്ങൾ. എന്നാൽ ഒരു തത്വമാണ് സ്നേഹം. സ്നേഹം ഒരു തത്വമാകയാൽ അതൊരിക്കലും മാറിപ്പോകത്തില്ല, എല്ലായ്പ്പോഴും നമ്മോട് കൊണ്ടുണ്ടായിരിക്കും. സ്നേഹം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നാണ്. ദൈവം സ്നേഹമാകുന്നു, ദൈവമാണ് സ്നേഹം. സ്നേഹമില്ലാത്തവന് ദൈവമില്ല. അങ്ങനെ ഇല്ലാത്തവൻ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹമില്ല എങ്കിൽ നാം വെറും പൂജ്യമാണ്. ആകയാൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് അവൻ വരച്ചിരിക്കുന്നതായ വരയിൽ കൂടെ ക്രിസ്തീയ നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവസ്നേഹത്തിൽ നടക്കുവാൻ, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ ഞങ്ങളെ നീ പ്രബോധിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വഴിയെ പിൻപറ്റുവാൻ, അവൻ്റെ പാതയെ പിന്തുടരുവാൻ, ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ നോഹയും ഹാനോക്കും നടന്നതുപോലെ, കൊർന്നല്യോസിന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയതുപോലെ അടിയങ്ങൾക്ക് ലഭിപ്പാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്നതായ ഈ തിരുവചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, ചോദ്യങ്ങളുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായ പ്രസിദ്ധീകരണങ്ങൾ, മാസികകൾ, ചെറു പുസ്തകങ്ങൾ എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.